ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ കൃപാകര പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകളിലാണ് നമ്മൾ. ദൈവാവിഷ്കാരത്തിൻ്റെ ഘട്ടം ഘട്ടമായ ഉയർച്ചയെ, ക്രിസ്തുവിൽ സമ്പൂർണ്ണത പ്രാപിക്കുന്ന രക്ഷാകരമായ പദ്ധതിയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സഭയിലുള്ള നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് ബോധ്യമാവും. ഈ ലോകത്ത് നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ, ദൈവബോധം, ദൈവാന്വേഷണം, അവയിൽ നിന്നൊക്കെ നാം വ്യതിരക്തരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെട്ടെന്നും അങ്ങനെ വെളിപ്പെട്ട ആ ദൈവം നമ്മെ ഒരുമിച്ച് ചേർത്തുവെന്നും ആ ഒരുമിച്ച് കൂടിയ നമ്മിൽ അവിടുന്ന് സ്വയം ദാനമായി ലോകത്തിന് വേണ്ടി തന്നെ അർപ്പിച്ചു എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മാത്രമേ ക്രൈസ്തവ ജീവിതത്തിന് എന്താണ് ലോകത്ത് നിർവഹിക്കാനുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവും. പലപ്പോഴും ഈ ലോകത്ത് നമ്മുടെ പ്രവൃത്തികൾ കേവലമായ ദൈവാന്വേഷണത്തിൻ്റെതായി അധപ്പതിക്കുന്നുണ്ട്. ദൈവത്തെ തേടുന്നവരായി പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നു. വെളിപ്പെട്ട ഒരു ദൈവം ദൈവസങ്കല്പങ്ങളിൽ നിന്ന് ലോകത്തെ വിമോചിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ ദൈവൈക്യം സമ്പൂർണ്ണമാക്കി ആ സമ്പൂർണനായ മനുഷ്യനിലേക്ക് തന്നെ നിവേശിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വയംദാന ശേഷിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹവായ്പിനെക്കുറിച്ചും ദൈവാവിഷ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് സഭയിൽ നാം ഈ പറയുന്നതൊന്നും സ്വന്തം അഭിപ്രായമല്ല എന്ന കാര്യം ഓർക്കണം. പറയുന്ന ഒരു സംഭാഷണവും സ്വന്തമായിട്ടുള്ളതല്ല. സഭയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന നിലയ്ക്കാണ് നാം സ്വീകരിക്കുക. സഭയിലാണ് ക്രിസ്തു വെളിപ്പെട്ടത്. സഭയാണ് ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്നത് സഭയിലാണ്. ഈ ഒരു ബോധ്യം, രക്ഷയുടെ ബോധ്യം നമുക്കില്ലാതെ പോകുമ്പോൾ നാം കേവല മതസങ്കല്പമായി തരംതാണു പോകും. വ്യക്തിഗതമായ ആവശ്യങ്ങൾ നിറവേറിയെടുക്കാനുള്ള ഒരു വേദിയായി മാത്രം ദൈവത്തെ നാം കാണുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ വിശ്വാസം അധപ്പതനത്തിലാണെന്ന് മനസ്സിലാക്കണം. കൂടുതൽ ഉന്നതമായ ഒരു നിയോഗമുണ്ട്, ഒരു ദൗത്യമുണ്ട്. നാം ഈ ലോകത്ത് രക്ഷയെ വെളിപ്പെടുത്തുന്നവരാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണ്. വിശ്വാസം എന്നത് കേവലമായ ഒരു കേട്ടുകേഴ്വിയല്ല, അതൊരു ജീവിതാനുഭവത്തിലൂടെ പകർന്നു നൽകപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ പകർന്നു നൽകപ്പെടൽ ആരംഭിക്കുന്നത് ആദ്യം മുതലാണ്. ആ പകർന്നു നൽകപ്പെടലിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്ന അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ്. അബ്രഹത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് കൽദായ വംശത്തിൽ നിന്നാണ്. അതായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളോട് ദൈവം സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ മനുഷ്യൻ എങ്ങനെ വിളിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച വിശ്വാസത്തിൻ്റെ യുക്തി കണ്ടെത്തുന്ന ഒരു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായി വരുന്ന ഒരു ആലോചനയല്ല. സഭ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനൊരു പ്രധാന കാരണം, എൻ്റെ എന്തെങ്കിലും സങ്കല്പങ്ങളോ ആശയങ്ങളോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും എൻ്റെ അറിവ് കുറവുകൾ അതിനകത്തുണ്ടാവും. ആ അറിവ് കുറവുകൾ നിങ്ങളെ വഴിതെറ്റിക്കാനിടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രഘോഷണത്തിൽ ശ്രദ്ധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സഭ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു അജ്ഞാനമായിട്ടോ അറിവുകേടായിട്ടോ തെറ്റായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നെയല്ല വിമർശിക്കുന്നത്, എനിക്കതിൽ പരാതിയില്ല. എന്നെയല്ല, സഭാപ്രബോധനങ്ങളെയാണ്. സഭാപ്രബോധനം എന്തു പറയുന്നു എന്നതിനെ വളച്ചുകെട്ടില്ലാതെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാനും ആ സഭാപ്രബോധനത്തിൻ്റെ പിൻബലത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊരു ദർശനം രൂപപ്പെടുത്താനുമാണ് പ്രഘോഷണത്തിലൂടെ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം വിശ്വാസം പകർന്നു തന്നത് സഭയാണ്, ഒരുമിച്ച് കൂട്ടപ്പെട്ടത് സഭയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരമായ ആ സഭ ശിരസായ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുകയും ആനുകാലിക ലോകത്തോട് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ. അപ്പോൾ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണണം. അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പിൽ ദൈവം ഈ ഒരുമിച്ച് കൂട്ടലിൻ്റെ പ്രാരംഭം കുറിക്കുന്നുണ്ട്. ഇപ്പോൾ നോഹയുടെ കാര്യത്തിൽ സകല ജനത്തെയുമാണ് രക്ഷിക്കുന്നത്. ജലത്തിലൂടെ രക്ഷപ്പെട്ട 8 പേർ മനുഷ്യവംശം മുഴുവനെയുമായി ഉൾക്കൊള്ളുന്നതാണ്. അബ്രഹാമിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പ്രത്യേകമായി ഒരുമിച്ച് കൂട്ടാൻ, തൻ്റെ രക്ഷാകരമായ പദ്ധതി വെളിപ്പെടുത്താൻ, തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ
ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അബ്രാഹാമിനെ വിളിക്കുമ്പോൾ ലോകം മുഴുവനും തൻ്റെ രക്ഷാകര പദ്ധതിക്കായി വിളിച്ചു കൂട്ടപ്പെടുന്നവരുടെ പ്രാരംഭ ദിശയായിട്ട് കാണണം. അത് ഇന്ന് സഭയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. സഭയാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഇടം. ആ വളർച്ചയെ തിരിച്ചറിയുമ്പോഴാണ് നാം എത്രത്തോളം പ്രധാനപ്പെട്ടവരാണ്, ദൈവാവിഷ്കാര പദ്ധതിയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ അബ്രാമിനെ ദൈവം വിളിക്കുന്നു. അബ്രാമിനോട് ദൈവം പറയുന്നത്, നീ നിന്റെ ദേശത്തെ, ബന്ധുക്കളെ, പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന വാക്യമാണത്. അവിടെ നാം കാണുന്നത് അബ്രാമിനോട് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നീ നിന്റെ നാട് വിടണം, ബന്ധുക്കളെ വിടണം, പിതൃഭവനത്തെ വിടണം. നീ നിന്റെ നാട് വിടണമെന്ന് പറയുമ്പോൾ ഒരു പരദേശിയാകാൻ വിളിക്കപ്പെടുകയാണ്. ഈ ലോകത്ത് നാം ഓരോരുത്തരും പരദേശികളാണ്, വിപ്രവാസത്തിലാണ്, സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയിലാണ്. സ്വന്തം നാട് സ്വർഗമാണ്, അവിടേക്കുള്ള യാത്രയിലാണ് എന്ന ബോധ്യമാണ് നമ്മെ ഇന്ന് നയിക്കുന്നത്. അബ്രാമിനെ വിളിച്ച് വേർതിരിച്ച് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ആ കൂട്ടിക്കൊണ്ടുപോകൽ സ്വർഗത്തിലേക്കാണെന്ന്, അല്ലെങ്കിൽ സഭയാകുന്ന കൂട്ടായ്മയിലൂടെ രക്ഷയിലേക്കാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. നീ നിൻ്റെ നാട് വിടണം. നമ്മൾ സാധാരണ രീതിയിൽ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഉത്തരം എന്താ? നമ്മൾ നമ്മുടെ നാടിൻ്റെ പേര് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് എന്ന് നമ്മൾ പറയും. വീണ്ടും നമ്മളോട് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് പറയും. കേരളത്തിൽ വെച്ച് എവിടെ നിന്നെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ജില്ലയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ആ അടുത്തുള്ള പ്രദേശത്തെക്കുറിച്ച് പറയും. അവിടെ വെച്ച് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ദേശത്തെ, നാടിനെക്കുറിച്ച് പറയും, തൊട്ടടുത്തുള്ള പ്രദേശത്തെക്കുറിച്ച് പറയും. പിന്നെയും നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടുപേര് പറയും. പിന്നെയും ചോദിച്ചാലോ? പിന്നെയും ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരവില്ല. നമ്മൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്, നമ്മൾ ദേശാടനം ചെയ്താണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പലതരത്തിലുള്ള ചരിത്രപരമായ പഠനങ്ങളുണ്ട്. പക്ഷേ ഈ പഠനങ്ങൾക്കൊക്കെ അപ്പുറത്ത് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്നവരാണ് നമ്മളെന്നും ദൈവത്തിലേക്കുള്ള തിരികെ പോകാണ് നമ്മുടെ ജീവിതമെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ്, ക്രിസ്തുവിലാണ് ഈ ഐക്യം നമുക്ക് മാനുഷികതയിൽ അനുഭവിക്കാൻ കഴിയുക എന്ന പരമസത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. നാട് വിട്ടു പോകണമെന്ന് അബ്രാമിനോട് പറയുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം, നീ ഈ ഭൂമിയുടെ ഭാഗമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. നീ ഭൂമിയുടെ ഭാഗമല്ല, ഞാൻ വിളിക്കുന്ന ദേശത്തേക്ക് പോകണം. രണ്ടാമത് പറയുന്നത് നിൻ്റെ ബന്ധുക്കളെ വിടണം. നാം സാധാരണ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നത് ഒരു ബന്ധുതയിലാണ്. ഒരു ബന്ധുത നമുക്കുണ്ട്. നമ്മളെ സഹോദരി സഹോദരന്മാരെക്കുറിച്ച്, ബന്ധുജനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നാം ആ ഗണത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ മാനുഷികതയിൽ കുടുങ്ങിപ്പോകുന്ന നമ്മെ പുറത്തു കടത്തണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ബന്ധുത്വം എന്നതിന് വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ക്രിസ്തുവിലുള്ള ബന്ധുത്വം യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, മനുഷ്യകുലത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മാറും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ 3:26 പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മൂലം നിങ്ങളെല്ലാം ഒറ്റ മനുഷ്യനായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആ ഒരു മനുഷ്യത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ബന്ധുത്വത്തെ നാം വിടണം. ഏറ്റവും ലളിതമായിട്ട് പറയാം, ഇപ്പോൾ നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്. ഈ ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അപരനായിട്ട് കാണുന്നത് ആരെയാണ്? മറ്റുള്ളവർ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടത്തെ മാത്രമേ കാണുള്ളൂ. പുറത്തുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് നമ്മൾ പലപ്പോഴും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് വേദന എടുത്താൽ നമുക്ക് ഭയങ്കര വേദന എടുക്കും, അയൽവാസിക്ക് വേദന എടുത്താൽ അത്രയും വേദന ഉണ്ടാവില്ല, അത് നമ്മുടെ ജില്ലയിലുള്ള ഒരാൾക്ക് വേദന എടുക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ അനുഭവം ഉണ്ടാകും, നമ്മുടെ അപ്പുറത്തുള്ളവർക്ക് ഇതുണ്ടാകുമ്പോൾ നമ്മളത് ബാധിക്കുന്നില്ല. കുറേ കൂടി ദൂരത്തേക്ക് പോകുമ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നില്ല. മനുഷ്യനെന്ന സമഗ്രതയ്ക്കകത്താണ് നമ്മളെന്ന ബോധ്യം നഷ്ടപ്പെട്ട് നമ്മൾ ഈ ബന്ധുതയ്ക്കകത്തേക്ക് പോകും. അതായത് യഥാർത്ഥ ബന്ധുതയിൽ, ക്രിസ്തുവിലുള്ള മനുഷ്യകുലം ഒന്നാകെ സ്വന്തമെന്ന് കരുതാവുന്ന ബന്ധുത്വത്തിൻ്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് തടസ്സം നേരിടും. അപ്പോൾ അവിടെയാണ് പറയുന്നത് നീ ബന്ധുക്കളെ വിടണം. നമ്മൾ സാധാരണ പറയുമല്ലോ, എല്ലാം ദൈവത്തിലേക്ക് വിട്, ഉപേക്ഷിക്ക് എന്ന് പറയുന്നത് കേവലമായി ഭാവനയിൽ ചെയ്യാവുന്നൊരു കാര്യമായിട്ടല്ല. ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ്സ് വിടുക എന്നുള്ളതാണ്, മമതകളെ വിടുക എന്നുള്ളതാണ്. അങ്ങനെ ബന്ധുക്കളെ വിട്ട് നീ പോകണം, നീ പിതൃഭവനത്തെ ഉപേക്ഷിക്കണം.
പിതൃഭവനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു നിഴലായി കൂടെ നടക്കുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ തലമുറ എന്ന നിലയ്ക്കാണ്. പിതൃഭവനം എന്ന് പറഞ്ഞാൽ അവകാശമുള്ള ഇടമെന്ന നിലയ്ക്കാണ്. മാതാപിതാക്കൾ ദൈവത്തിൽ നിന്ന് നമ്മെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ്. അവരെ ബഹുമാനിക്കേണ്ടതാണ്, അവർ പ്രധാനപ്പെട്ടവരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിന് ഈ പിതാവിൻ്റെ സ്ഥാനം കൊടുക്കില്ല, അല്ലെങ്കിൽ ദൈവമാണ് നമ്മുടെ ഉറവിടമെന്ന കാര്യം നമ്മൾ ഗണിക്കില്ല. അപ്പോൾ അബ്രഹാം ആ വീട് വിട്ട് പോരുമ്പോൾ, നാട് വിട്ട് പോരുമ്പോൾ, ബന്ധുതകളെ ഉപേക്ഷിക്കുമ്പോൾ, പിതൃഭവനത്തെ വിടുമ്പോൾ ഇങ്ങനെയുള്ള അവകാശാധികാരങ്ങളുടെ ഒരു ബന്ധത്തെ കൈവിടുന്നുണ്ട്. അങ്ങനെ വിട്ടിട്ട് നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം എന്നാണ് അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുന്നത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 59-ാം ഖണ്ഡികയിൽ പറയുന്നു, ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നിച്ചു ചേർക്കാനായി ദൈവം അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അവനെ അബ്രഹാം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി. നിന്നിൽ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹീതരാകും. അതായത് മനുഷ്യവംശം ചിതറിക്കപ്പെട്ടു. ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യം നമുക്കറിയാം. മനുഷ്യവംശം ചിതറിക്കപ്പെട്ടു, ലോകം മുഴുവൻ വ്യാപിച്ചു. അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച മനുഷ്യവംശത്തെ ആകെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റി, ദൈവത്തെ സമ്പൂർണ്ണമായി വെളിപ്പെടുത്തി, ദൈവത്തെ അവർക്ക് നൽകാൻ തിരുമനസ്സാകുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അബ്രഹാമിൻ്റെ വിളിയിൽ നമ്മൾ കാണുന്നത്. ജനതകളുടെ പിതാവാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. നിൻ്റെ പേര് ഞാൻ മാറ്റും, അബ്രാഹം എന്നാക്കി മാറ്റും. അങ്ങനെ അബ്രാഹം എന്നാക്കി മാറ്റുന്നതിൻ്റെ പിന്നിൽ നീ ജനതകളുടെ പിതാവ്. ഈ ജനതകളുടെ പിതാവ് എന്ന് പറയുന്നത് മനുഷ്യവംശത്തെ ഒരു ഗണമാക്കി മാറ്റാനുള്ള പ്രവൃത്തിയായിട്ടാണ് ഇവിടെ കാണുക. അങ്ങനെ ദൈവം വിളിക്കുമ്പോൾ എങ്ങനെയാണ് അബ്രാഹം പ്രവർത്തിച്ചത്? അബ്രഹാം ആ വിളി കേട്ടു, ദൈവത്തോട് പ്രത്യുത്തരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം വിട്ടുപേക്ഷിക്കുന്നു, പിതൃഭവനത്തെ ഉപേക്ഷിക്കുന്നു, ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കുന്നു, നാടിനെ ഉപേക്ഷിക്കുന്നു. അതുവരെ നിലനിന്നിരുന്ന ദൈവാന്വേഷണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും കൈവിടുകയാണ്. അതായത് കൽദായരായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തിരുന്നവരാണ്. അത്തരമുള്ള സകല പ്രവൃത്തികളെയും ഉപേക്ഷിച്ചിട്ട് വിളിച്ച ഒരു ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുന്ന അബ്രാമിനെയാണ് നമ്മൾ കാണുക. അബ്രാഹാം എന്ന് ദൈവം വിളിക്കുമ്പോൾ ആ മനുഷ്യൻ സമ്പൂർണ്ണനായി ദൈവത്തിൻ്റെതായി മാറുന്നു, വിധേയപ്പെടുന്നു. അങ്ങനെ വിധേയപ്പെടുന്നതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാം ഏത് മനോഭാവത്തോടെയാണ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്? അത് സമ്പൂർണ്ണമായൊരു സ്നേഹസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അന്നുവരെ പരിചിതനല്ലാത്തൊരു ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാം എന്നാക്കി മാറ്റുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് ദൈവം പറഞ്ഞത് കേട്ട് ഒരുമിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇങ്ങനെ അനുയാത്ര ചെയ്യുന്ന, ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യവംശം മുഴുവൻ്റെയും സമഗ്രതയിൽ ചേർക്കുന്ന ഒരുവനാക്കി, പിതാവാക്കി ദൈവം അവരോധിക്കും എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. ഞാൻ നിന്നെ അബ്രാം എന്ന് വിളിക്കുകയില്ല, അബ്രാഹം എന്നാണ് വിളിക്കുക. നിന്നെ ഞാൻ ജനതകളുടെ പിതാവാക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ 100% വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ അബ്രഹാം ദൈവത്തെ അനുയാത്ര ചെയ്യുന്നു. പുറപ്പാട് 3:16 ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും. വീണ്ടും അവിടെ ഈ അബ്രാഹാം കടന്നു വരുന്നത് ഇപ്രകാരം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ ഇടയിൽ താൻ വെളിപ്പെടുത്തുന്നു സ്വയം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈശോ സുവിശേഷത്തിൽ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. അവിടെയും അബ്രാഹാം കടന്നു വരുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ സ്വർഗരാജ്യത്തിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്നവരാരെന്നതിനെ കുറിച്ച് ക്രിസ്തു പറയുന്നു, അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേരുകൾ. അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പും വിളിയും പ്രധാനപ്പെട്ടതാണെന്നും ദൈവാവിഷ്കാരത്തിൻ്റെ ആദ്യപടികളിൽ അബ്രഹാം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുമാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രശംസാപൂർവം പറയുന്നത് അബ്രാഹാമിനെയാണ്, ദൈവത്തിൽ ആഴപ്പെട്ട് വിശ്വസിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഹെബ്രായർ ലേഖനം അബ്രാഹാമിൻ്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 145 പ്രത്യേകമായി അബ്രാഹാമിനെ പരാമർശിക്കുന്നുണ്ട്. അത് ഈ പ്രശംസയുടെ കാരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഹെബ്രായർക്കുള്ള ലേഖനം ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെ പ്രശംസിക്കവേ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു.
തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വാസം മൂലം അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടത് എന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഗലാത്യർ 3:8 അബ്രഹാമിലൂടെയുള്ള നീതീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിശ്വാസം വഴിയുള്ള നീതീകരണമാണ്. തെരഞ്ഞെടുപ്പ് വിശ്വാസം കേന്ദ്രീകരിച്ചാണ് നിർവഹിക്കുക, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് മാറുക. ആ വിശ്വാസം നീതീകരിക്കും എന്നാണ് വചനം പറയുക. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം മൂലമാണ്. വന്ന നാടോ ദേശമോ ബന്ധുക്കളോ പിതൃഭവനമോ ഒന്നുമല്ല ദൈവം ആധാരമാക്കി എടുക്കുന്നത് വിശ്വാസമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സഭയ്ക്കകത്ത് ആയിരിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒന്ന് വിശ്വാസമാണെന്നും വിശ്വാസം വഴിയാണ് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടുക എന്നുമാണ് വചനം പറയുക. യേശുക്രിസ്തുവുള്ള വിശ്വാസം മുഖേനയാണ് നാം രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. എഫേസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം മുഖേനയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുക. അതിൻ്റെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് അബ്രഹാത്തിൽ നിന്നാണ്. അബ്രഹാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിതാവായി കാണപ്പെടുന്നു. ഇതിന് കാരണമായിട്ടുള്ളത് വിശ്വാസവും വിശ്വസ്തതയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും പ്രധാനപ്പെട്ടതാണ്. തന്നെ തന്നെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെയാണ് അബ്രഹാമിനെ നമുക്ക് കാണാൻ പറ്റുക. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 145 തുടരുകയാണ്. വിശ്വാസം മൂലം വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയും തീർത്ഥാടകനുമായി അദ്ദേഹം ജീവിച്ചു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രഹാം തൻ്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം വിശ്വാസമാണ്. വിശ്വാസം സഭയിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സഭയാണ് അത് നമുക്ക് പകർന്നു നൽകിയത്. യഥാർത്ഥ ജ്ഞാനമായ പരിശുദ്ധാത്മാവിനെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുകയും നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ട് സഭാപ്രബോധനങ്ങളിൽ നമ്മൾ ആഴപ്പെട്ട് വിശ്വസിക്കാൻ തയ്യാറാകണം. സഭയിൽ കൂട്ടായ്മയ്ക്കകത്താണ് ദൈവാനുഭവത്തിൻ്റെ വേദി എന്ന് തിരിച്ചറിയണം. സാധാരണഗതിയിൽ നമുക്ക് വരാവുന്ന ചില പിഴവുകൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ചൊരു സഭയിൽ വിശ്വസിക്കേണ്ട കാര്യം എന്താണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകേണ്ട ഒരു കാര്യം എന്താണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല, യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. അങ്ങനെയാണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 16:31 പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതിനെ ലളിതവൽക്കരിച്ച് കാണാറുണ്ട്. അബ്രഹാമിലുള്ള തെരഞ്ഞെടുപ്പും ലോകം മുഴുവനിലുള്ള മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന സഭയിൽ പൂർത്തിയായ വിശ്വാസത്തിൻ്റെ രഹസ്യവും തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റുക. വിശ്വാസം കൈമാറി കിട്ടിയ ഒന്നാണ്. സഭ തൻ്റെ ജീവിതം വഴി 2000 വർഷത്തെ ജീവിത പ്രയോഗ വഴി നമുക്ക് കൈമാറിത്തന്ന ഒന്നാണ്. അത് കേവലം വാക്ക് കേട്ട് വിശ്വസിച്ചതല്ല, നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ഒരു പുസ്തകത്തിലെ അറിവ് മാത്രം നമ്മൾ എടുത്താൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചിന്തയിൽ ഉദിക്കുന്ന ഒരു ആശയം എടുത്താൽ എങ്ങനെയായിരിക്കും? അതിന് പരിമിതി ഉണ്ടാവും. സഭയിലുള്ള വിശ്വാസം അങ്ങനെ ഒരു പുസ്തക കേന്ദ്രീകൃതമായ വിശ്വാസമല്ല. ഇപ്പോൾ ബൈബിൾ മാത്രം വായിക്കുന്നു, ബൈബിളിനെ കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കുന്നു, അതിൽ ഒരാൾ ആശയപരമായി അയാൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളതും കൂട്ടിച്ചേർത്തൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അത് വലിയ ജ്ഞാനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ സഭയിൽ വെളിപ്പെട്ടു എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കണം. സഭയിലത് വെളിപ്പെടുകയും 2000 വർഷത്തെ ജീവിത പ്രയോഗം കൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്നും യഥാർത്ഥ ജ്ഞാനമാണെന്നും ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാസ വഴിയുടെ ഒരു പാരമ്പര്യം, പൈതൃകമായ പാരമ്പര്യമല്ല, വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമ്മെ നയിക്കുന്നുണ്ട്. അത് അബ്രഹാമിൽ ആരംഭിക്കുകയും അത് സഭയിൽ പൂർത്തിയാകുകയും ചെയ്യുന്നു. സഭയ്ക്കകത്താണ് ഈ ഒരുമിച്ച് കൂടൽ സമ്പൂർണ്ണമായിട്ടുള്ളത്. ആ ഒരുമിച്ച് കൂടലിനകത്ത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന പരമമായ സത്യത്തെ നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കഴിയുക, അതിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാതെ സഭ അതിനെക്കുറിച്ച് എന്തു പറയുന്നു നമ്മൾ ആലോചിക്കണം. സഭ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല പറയുന്നത്. സഭ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവശാസ്ത്രം രൂപീകൃതമാക്കിയിട്ടുണ്ട്. സഭയിലാണ് ദൈവശാസ്ത്രം വെളിപ്പെട്ടത്. ആ ദൈവശാസ്ത്രവും അപ്പോസ്തല പ്രബോധനവും വിശുദ്ധരുടെ സിദ്ധാന്തങ്ങളും സഭയുടെ ജീവിത പാരമ്പര്യവും ചേർന്ന് നൽകുന്ന സമഗ്രമായ ഒരു വിജ്ഞാന ഭണ്ഡാരം സഭയ്ക്കുണ്ട്.
അതിനകത്താണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഭയ്ക്ക് പുറത്തുള്ള അറിവുകളെ കേവലമായ വിവരമായിട്ട് കാണണം. അത് കേവല വിവരമാണ്. വിവരവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് വിവരമില്ല എന്ന് ചിലപ്പോൾ ചില കമ്പനികളിൽ കേൾക്കാറുണ്ട്. അതൊരു വാസ്തവമാണ്. ഞാൻ വിവരം കുറഞ്ഞ മനുഷ്യനാണ്. ഇന്ത്യയിലുള്ള എല്ലാ മന്ത്രിമാരും ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പുതിയതായിട്ടിറങ്ങിയ കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ എക്യുപ്മെൻറ്റോ സാങ്കേതികത എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ധാരണയൊന്നും എനിക്കില്ല. ലോകത്തുള്ള ഭാഷകളിൽ പരിമിതമായ ഭാഷകളാണ് എനിക്കറിയാവുന്നത്. ആ ഭാഷകളിൽ തന്നെ മുഴുവൻ വാക്കുകളും അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് പരിമിതിയുണ്ട്. നമ്മൾ പരിമിതപ്പെട്ട മനുഷ്യരാണ്. നമ്മുടെ ഈ പരിമിതി തിരിച്ചറിയുന്നത് കൊണ്ടാണ് തന്നിൽ തന്നെ ആശ്രയിക്കാതെ സഭ എന്ത് പറയുന്നു, സഭ എന്താണ് ഇത്രയും കാലം പറഞ്ഞത്, സഭ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ എടുത്തു വയ്ക്കുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹം സഭാകേന്ദ്രീകൃതമായ വിശ്വാസത്തിൻ്റെ നിക്ഷേപങ്ങളെ പഠിക്കുന്നവരായി എല്ലാവരും മാറണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റുപാടിൽ വ്യാഖ്യാനിക്കുന്ന സഭയുണ്ടല്ലോ, പുരോഹിതന്മാരാകാം, അൽമായരാകാം, പ്രഘോഷങ്ങളിലൊക്കെ പറയുന്ന വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങൾ, സഭ എന്നതിനെക്കുറിച്ചുള്ള ധാരണകൾ, അവയിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ യുക്തിയിൽ തെളിഞ്ഞതാകാം. നമ്മുടെ മുമ്പിലുണ്ടല്ലോ മതബോധന ഗ്രന്ഥം, നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പോസ്തല പ്രബോധനങ്ങൾ. വിശ്വാസികളായ നമ്മൾ ജീവിതത്തിൻ്റെ പരമപ്രധാന കേന്ദ്രമായ വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരല്ലേ? സഭ നമുക്കത് പകർന്നു നൽകുന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഇതൊരു കടമയാണ്. നമുക്ക് കടമയുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കണം. വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ എന്താണെന്ന് അറിയണം, എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയണം. അറിയാതെ പോയാൽ അവിടെ ചെന്നാൽ അബദ്ധങ്ങളിൽ ചാടും. അതേപോലെ ഭൂമിയിലെ ദൈവരാജ്യമായ സഭയിൽ നാം ജീവിക്കുമ്പോൾ സഭ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കണം. സഭയിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്ന ഒരു കാര്യം കേട്ട് ഇനി ഞാൻ തന്നെ പറയുന്ന കാര്യം കേട്ട് ഇതങ്ങ് വിശ്വസിച്ചോളണം എന്നൊരു അഭിപ്രായം നമുക്കില്ല. സംശയമുള്ളപ്പോൾ നമുക്ക് തിരിയാനായിട്ടൊരു ഭണ്ഡാകാരമുണ്ട്. വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു കേന്ദ്രം നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ സഭ വെളിപ്പെടുത്തുന്നുണ്ട്. സഭയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സഭ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കണം. സഭ പറയുന്നത് ചിന്തിക്കാതെ കേവലമായ യുക്തിയിൽ, അറിവിൽ നമ്മൾ അഭിനമിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നൊരു വലിയ പിഴവെന്തെന്നറിയാമോ? യഥാർത്ഥ ജ്ഞാനത്തിൽ നമ്മൾ അകന്നു പോകും. അതേപോലെ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ. നമ്മുടെ അനുഭവങ്ങളൊന്നും സമ്പൂർണ്ണമല്ല. ഓരോ അനുഭവവും നമ്മുടെ അറിവ്, കഴിവ്, നമ്മുടെ ജീവിത പരിസരങ്ങൾ അതൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യം മാത്രമാണ്. സ്വയുക്തി അങ്ങനെ തന്നെയാണ്. നമ്മുടെ അറിവും കഴിവൊക്കെ അനുസരിച്ചുള്ളൊരു കാര്യം നമുക്കുണ്ടാവൂ. ആ യുക്തി വിശ്വാസത്തിൻ്റെ യുക്തിയായിട്ട് എത്ര യോജിച്ചു പോകുന്നു നോക്കണ്ടേ? യുക്തിയും വിശ്വാസവും ഒന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ യുക്തിയെക്കുറിച്ചുള്ള പാഠമുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? അപ്രകാരം ഒളിഞ്ഞിരിക്കുന്ന സഭയുടെ നിക്ഷേപങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം ഈ സംഭാഷണങ്ങൾക്കുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ പോലും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും ബോധ്യമാകും. അത് വളരെ ലളിതമായി പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ പലപ്പോഴും കടുകട്ടിയായ വാക്കുകളും ആഖ്യാന രീതിയാണ്. അത് തിരിച്ചറിയാൻ സാമാന്യഗതിയിൽ എളുപ്പമല്ല. അപ്പം അത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയുകയും നമ്മുടെ വിശ്വാസത്തിനകത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പരിശോധിക്കാൻ ഇടയാകുകയും ചെയ്യണമെന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. അതല്ലാതെ പറയുന്ന ഞാൻ ഒരു അറിവുള്ളയാൾ, നിങ്ങൾ കേട്ടുകൊള്ളണം എന്നൊരു ധാർഷ്ട്യം നമുക്കില്ല, ഒരു ശാഠ്യം നമുക്കില്ല. അങ്ങനെ സമ്പൂർണ്ണനായൊരു വ്യക്തിയില്ല. അതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞോളൂ, എതിരഭിപ്രായമാണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയണത്. കാരണം അത് കേൾക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞതിൽ പിഴവുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിലാണോ മനസ്സിലായത്. ഒരിക്കൽ ജപമാലയെ സംബന്ധിച്ച് ഒരു പ്രഘോഷണം നടത്തിയപ്പോൾ ജപമാല അതിൽ തന്നെ ഒരു പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞു. ജപമാല ഒരു പ്രാർത്ഥനയല്ല എന്നാണ് കേട്ടയാൾ കേട്ടത്. അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് അയാൾ ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ കേട്ടതിൻ്റെ കുഴപ്പം മനസ്സിലായത്. 100 പേരാണ് കേൾക്കുന്നത്, 1000 പേരാണ് കേൾക്കുന്നത്. 1000 അനുഭവങ്ങൾ ഉള്ള ആളുകളാണ്. ആ അനുഭവങ്ങളുള്ളവർ, അറിവുള്ളവർ ഇത് കേൾക്കുമ്പോൾ അവരുടെ അറിവും അവരുടെ അനുഭവവുമായി തട്ടിച്ചു നോക്കും. അപ്പോൾ ചിലപ്പോൾ പരിമിതികളൊക്കെ കാണും. എന്നിട്ട് വീണ്ടും അത് വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. ഞാൻ ബാല്യകാലത്ത് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളല്ലേ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ആദ്യം അറിഞ്ഞതുപോലെയല്ല ക്രിസ്തുവിനെ അറിയുന്നത്. ഓരോ നിമിഷവും ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാൻ സഭ നമുക്ക് നൽകുന്ന അവസരങ്ങളെയും പ്രബോധനങ്ങളെയും സ്വീകരിക്കുകയാണ് ഉത്തമമായ മാർഗം.
അതുകൊണ്ടാണ് സഭയിൽ നിന്നാണ് ജ്ഞാനം വരുന്നതെന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം. ആ ജ്ഞാനം ഇന്ന് പകർന്നു നൽകുന്നത് തിരുസഭയാണ്. അതുകൊണ്ട് സഭയോട് വിധേയത്വത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സഭ ഏറ്റവും ഉത്തമമായ ക്രിസ്തുമാർഗമാണെന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. അബ്രഹാമിൽ ആരംഭിച്ച ആ തെരഞ്ഞെടുപ്പിൻ്റെ പൂർത്തീകരണം തിരുസഭയിൽ നിറവേറുകയും സഭയാകുന്ന കൂട്ടായ്മയ്ക്കകത്ത് ക്രിസ്തു സമ്പൂർണ്ണമായി വെളിവാക്കപ്പെടുകയും സ്വയം ദാനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ലോകം മുഴുവനും വേണ്ടി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനും ലോകത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു ദൗത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ വീഡിയോകൾ കേൾക്കുന്നത് വലിയ താല്പര്യത്തോടെയാണ് എന്നെനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു അഭ്യർത്ഥന നടത്തുകയാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 2 or 3 പ്രാവശ്യം ആവർത്തിച്ചത് കേൾക്കണം. കാരണം കേൾവിക്കൊരു പരിമിതിയുണ്ട്. വായിക്കുന്ന പോലെയല്ല. വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും പുസ്തകത്തിനകത്ത് പോകും. കേൾക്കുമ്പോൾ അങ്ങനെയല്ല. ഫാൻ കറങ്ങുന്ന ശബ്ദം, പുറത്ത് കാക്ക കരയുന്ന ശബ്ദം, അപ്പുറത്ത് കോഴി കൊക്കുന്ന ശബ്ദം ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പല വിചാരങ്ങളിലേക്ക് ഇടയ്ക്ക് നമ്മൾ തെന്നിപ്പോകുന്നത് നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ട് കേൾക്കുന്നതിൽ ചിലതൊക്കെ വിഴുങ്ങിപ്പോവും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജപമാലയെക്കുറിച്ച്. ഇപ്പോൾ അത് കേട്ട ആൾക്കും ചിലപ്പോൾ തോന്നും ജപമാല ഒരു പ്രാർത്ഥനയല്ലെന്ന് ബ്രദർ പറഞ്ഞു എന്ന് തോന്നും. ഞാൻ ജപമാല ഭക്തിയിൽ വിശ്വസിക്കുന്നയാളാണ്. ജപമാല വിശ്വാസ രഹസ്യങ്ങളുടെ ധ്യാനമാണെന്ന് ബോധ്യമുള്ള ആളാണ്. ജപമാല അർപ്പിക്കുന്നയാളാണ്. ജപമാല നിങ്ങൾ അർപ്പിക്കണം എന്ന് പറയുന്നയാളാണ്. ജപമാല പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗമാണ്. ധ്യാനം എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗമാണ്. 2ാമത്തെ ഭാഗം നേരിട്ട് ദൈവവുമായുള്ള സംഭാഷണമാണ്. 3ാമത്തെ ഭാഗം ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. 4ാമത്തേതാണ് പ്രവൃത്തി. അപ്പം അങ്ങനെയാണ് പ്രാർത്ഥന. അപ്പം അബ്രഹാമിൻ്റെ കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം. അബ്രഹാം പ്രാർത്ഥിക്കുന്നതായി കാണുന്നില്ല. അബ്രഹാം ആദ്യകാലത്തൊക്കെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നത് അനുസരിക്കുന്നു. അതാണ് പ്രാർത്ഥന. അബ്രഹാം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഞാനും നിങ്ങളും ഒരു പ്രാർത്ഥനയാണ്, ഒരു ദൈവിക ബന്ധമാണ്. അപ്പോൾ ആ ബന്ധത്തിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ പടിയായ ജപമാലയെ ചൊല്ലിത്തീർത്ത് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ദൈവ മനുഷ്യ സംഭാഷണം, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കൽ, അതനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറയുന്ന ബാക്കി ഘട്ടങ്ങളൊക്കെ തള്ളപ്പെടും. അപ്പോൾ പ്രാർത്ഥന അപൂർണമായിട്ട് പോകും. അതുകൊണ്ടാണ് ജപമാല അതിൽ തന്നെ ഒരു സമ്പൂർണ്ണമായ പ്രാർത്ഥനയല്ലെന്ന് പറയുന്നത്. അതല്ലാതെ ജപമാല പ്രാർത്ഥനയല്ലെന്ന അർത്ഥത്തിലല്ല. അപ്പോൾ കാര്യം മനസ്സിലാക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? ഈ അബദ്ധം സംഭവിക്കും. പകുതി കേട്ടിട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കും. അതേപോലെ ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. ജപമാലയെക്കുറിച്ചൊക്കെ 4 വർഷം മുമ്പ് നിരവധി ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. ആധികാരികമായ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ജപമാലയെ വിശദീകരിക്കുകയും ജപമാലയിലൂടെയുള്ള ദൈവാനുഭവങ്ങളുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്ന വീഡിയോ 4 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ പ്രാവശ്യവും അത് തന്നെ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രാവശ്യം കേൾക്കണം. ആ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. ഇതാണ് സമ്പൂർണ്ണമായ അറിവെന്ന നിലയ്ക്ക് സ്വീകരിക്കുകയല്ല വേണ്ടത്. ഒരു അറിവും സമ്പൂർണ്ണമല്ല. ജ്ഞാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അറിവിൽ ഇടപെടൽ ശേഷി ഉണ്ടാകുകയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കൊരു ബോധ്യം പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനം. ജ്ഞാനമെന്ന് പറയുന്നത് പുസ്തകം വായിച്ചുള്ള അറിവോ കേട്ടുള്ള അറിവോ അല്ല. കേട്ടുള്ള അറിവും പുസ്തകം വായിച്ചുള്ള അറിവും വിവരം മാത്രമാണ്. ആ വിവരത്തെ എങ്ങനെയാണ് ജ്ഞാനമാക്കി പരിവർത്തിപ്പിക്കേണ്ടതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോകളിലുണ്ട്. വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടു നോ, ടു അണ്ടർസ്റ്റാൻഡ്, ടു എക്സ്പീരിയൻസ്, ടു റിയലൈസ്, ദെൻ ടു ലീവ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആത്മീയ പാഠങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് നിരന്തരമായി കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഈ വീഡിയോയുടെ ലിങ്കൊക്കെ എടുത്തിട്ട് തരാനുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. എല്ലാ ദിവസവും ഒരു വീഡിയോ ചെയ്യുകയും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സമയം ലഭിക്കാതെ പോകും. അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കും. കാരണം ഒരു അഭിപ്രായവും വില കുറഞ്ഞതല്ല. നിങ്ങൾ അറിഞ്ഞതും നിങ്ങളുടെ ബോധ്യം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാനോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ താല്പര്യമില്ല. നിങ്ങൾ സഭയിലേക്ക് കേന്ദ്രീകരിക്കണം, സഭയെ ശ്രദ്ധിക്കണം, സഭ പറയുന്നത് കേൾക്കണം എന്നേ നമ്മൾ പറയൂ. അതുകൊണ്ട് സഭാവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് താല്പര്യമില്ല. മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് നിങ്ങളോട് പറയാൻ ഒരു മടിയുമില്ല. കാരണം നമുക്ക് മനസ്സിലാകാത്ത 100 കാര്യങ്ങളുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ മുഴുവൻ വായിച്ച ആളല്ല ഞാൻ. സഭയിലെ പ്രബോധനം 2000 വർഷത്തെ പ്രബോധനമാണ്. അതെങ്ങനെയാണ് ഒരാൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുക? സുമാ തിയോളജി അടക്കമുള്ള നിരവധിയായ പ്രശസ്തവും പ്രഗത്ഭവുമായ ഗ്രന്ഥങ്ങൾ സഭയ്ക്കകത്തുണ്ട്. എല്ലാം കൂടി വായിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ട് ഒരു മറുപടി പറയാൻ എളുപ്പമാണോ? പരിമിതമായ കാലത്ത് ജീവിക്കുന്നയാൾ, 29 വയസ്സ് വരെ ഈ കാര്യങ്ങൾ പഠിക്കാതിരുന്ന ഒരാൾ, നിസ്സാരമായ കാലത്തെ പഠനം,
നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഉണർത്തൽ ശേഷിയായാൽ മതി. ഞാൻ നിങ്ങളെ ഒന്ന് തൊടുന്നു, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, ഇനി എല്ലാം ചെയ്യുന്നത് നിങ്ങളാ. ഉറങ്ങി എഴുന്നേറ്റിരുന്നു, നടന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം നിങ്ങളാ. ഈ തൊടൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടെ കേൾക്കാനും 2-3 വട്ടം കേട്ട് അതിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കാനും അതെന്താണെന്ന് ചിന്തിക്കാനും പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഇനി അതിന് പറയുന്ന പ്രേരകമാകുന്ന സഭാപ്രബോധനങ്ങൾ വായിക്കാനും ഒക്കെ താല്പര്യം കാണിക്കണം. ഇനി സഭാപ്രബോധനങ്ങൾ അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല, അതിന് ലഭ്യതയില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. എന്ത് കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് അരുചി ഉണ്ടായത് അത് പറയണം. കാടടച്ച് ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയല്ല വേണ്ടത്. എവിടെയാണ് ആശയപരമായ വൈരുദ്ധ്യം ഉള്ളത്, എന്താണ് പറയുന്നതിൽ പിഴവായിട്ട് കാണുന്നത്, അത് നിങ്ങൾ പറയണം. അത് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് കമൻറ്റുകൾ വന്നത് നമ്മൾ നോക്കുന്നുണ്ട്. ആ കമൻറ്റുകൾക്കെല്ലാം ഉചിതമായ മറുപടി പറയാൻ പരിശുദ്ധാത്മാവിൽ ശ്രമിക്കും. അത് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ എന്ത് പറയുന്നു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താ? ദൈവം പറയുന്നതിൻ്റെ പിന്നാലെ പുറപ്പെടുന്നു. ദൈവപുരുഷന്മാർ അബ്രഹാമിന് അടുത്ത വസന്തത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നു. 100 വയസ്സായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. തനിക്ക് ദൈവം നൽകിയ കുഞ്ഞിനെ, ഇസഹാക്കിനെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ബലിയർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. അബ്രഹാമിൻ്റെ ബലിയെക്കുറിച്ച് ഒരു വീഡിയോ മുൻപേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെ ദൈവത്തെക്കാൾ ഉപരി ഇടയ്ക്ക് വെച്ച് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പോകുന്നൊരു അബ്രഹാമിനെ നമ്മൾ കാണുക. ബേർഷബയിൽ ഒരു കിണർ കിട്ടിയിട്ടുണ്ട്, പുത്രനെ ഇസഹാക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയായെന്ന് ധരിച്ച് അവയിൽ ആണ്ടുപോയ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് ഈ മകനെ ബലിയർപ്പിക്കണം, നീ പ്രതീക്ഷ അർപ്പിച്ചത് ഈ മകനിലാണെങ്കിൽ ബലിയർപ്പിക്കണം, എന്നിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അബ്രഹാം അത് കേട്ട് മോറിയ മലയുടെ മുകളിൽ തൻ്റെ മകനെ ബലി കഴിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നു. ആ ബലിയർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന അബ്രഹാമിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നിൽ മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാട്ടിക്കൊടുക്കുന്നു. ആ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന് മുന്നോടിയായിട്ടാണ് ഈ കുഞ്ഞാടിനെ ബലിയർപ്പിക്കാൻ അബ്രഹാമിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത്. വിശ്വാസം മൂലം ക്രിസ്തുവിലേക്ക് പുരോഗമിക്കേണ്ടത് എങ്ങനെയെന്ന്, സ്വയം ഉപേക്ഷ വഴി ക്രിസ്തുവിൽ എങ്ങനെയാണ് ആയിത്തീരേണ്ടതെന്ന്, ഭൗമിക പ്രതീക്ഷകളിൽ നിന്ന് എങ്ങനെയാണ് വിമോചിതരാകേണ്ടതെന്ന്, യഥാർത്ഥ രക്ഷകനായ കുഞ്ഞാടിലേക്ക് എങ്ങനെയാണ് നടന്നെടുക്കേണ്ടതെന്ന് അബ്രഹാം ഒരു പാഠമായിട്ട് മാറുന്നുണ്ട്. അബ്രഹാത്തെ ദൈവം വിളിച്ചു, അബ്രഹാം ദൈവത്തിൻ്റെ പുറകെ പോയി, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് എന്നൊക്കെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ഈ അബ്രഹാം എന്ന് പറയുന്ന കാര്യം എന്നിലും നിങ്ങളിലും ഉണ്ട് എന്ന കാര്യം ഓർക്കുമ്പോഴാണ് ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവം വിളിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ, ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചിന്ത പ്രശ്നമായിട്ട് വരുന്നത്. അത് എന്നിലും നിന്നിലും കൂടി അത് നിറവേറുന്നുണ്ട്. അങ്ങനെയാണ് സമ്പൂർണ്ണതയിലേക്ക് വരുന്നത്. വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തോട് തുലനം ചെയ്യാവുന്ന ഒരു എടുത്തുവെപ്പിന്, ഒരു കാഴ്ചവെപ്പിന് നമുക്ക് മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിലേക്കുള്ള യാത്ര യാഥാർത്ഥ്യമുള്ളതായിട്ട് മാറുക, അനുഭവപ്രദമായിട്ട് മാറുക. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 2570 അത് പഠിപ്പിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 2570. ദൈവം തന്നെ വിളിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാത്തിൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവവചനത്തിന് വിധേയമായിരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ ആവശ്യ ഘടകമാണ്. അതിന് വാക്കുകൾ ആപേക്ഷികമാണ്. അബ്രഹാത്തിൻ്റെ പ്രാർത്ഥന പ്രഥമത പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. നിശബ്ദനായ മനുഷ്യൻ തൻ്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുന്നു. പിന്നീട് മാത്രമാണ് അബ്രഹാത്തിൻ്റെ വാക്കുകളിലുള്ള ആദ്യ പ്രാർത്ഥന ഉയരുന്നത്. ദൈവം തൻ്റെ വാഗ്ദാനം പാലിച്ചിട്ടില്ലെന്ന് തോന്നുന്നതായി ഒരു പരോക്ഷമായ ഒരാവലാതി അബ്രഹാം ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനയാകുന്ന നാടകത്തിൻ്റെ പല വശങ്ങളിലൊന്ന് പ്രത്യക്ഷമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്കുള്ള വിശ്വാസമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാവണം പ്രാർത്ഥന എന്നതിനെക്കുറിച്ചുള്ള രൂപരേഖ പോലും, വിശ്വാസം എങ്ങനെയാണ് പ്രാർത്ഥനയായിട്ട് മാറുന്നത് എന്നതിൻ്റെ രൂപരേഖ നമുക്ക് അബ്രഹാമിൽ കാണാം. അബ്രഹാം ആദ്യം പ്രാർത്ഥിക്കുന്നത് നിശബ്ദനായിട്ടാണ്, അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയാണ്. പിന്നീട് ബലിപീഠം നിർമ്മിക്കുന്നു. ദൈവത്തോട് ഇടയ്ക്ക് പരാതി പറയുന്നുണ്ട് അബ്രഹാം.
ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിശ്വസിക്കുന്നത് പോലെയുള്ള പരാതികൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പരിമിതപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൽ ശരണപ്പെടാൻ നമുക്ക് കഴിയണം. വെളിപ്പെട്ട ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയണം. അബ്രഹാമിന് വെളിപ്പെട്ടത് തൻ്റെ വാക്കുകളിലൂടെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ശരീരധാരിയായൊരുവൻ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിനകത്ത് ജീവിക്കാൻ ലോകത്തേക്ക് ഇറങ്ങി വന്ന രക്ഷകൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു. അങ്ങനെ വെളിപ്പെട്ടൊരു ദൈവത്തെ കൂടിയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. സഭയ്ക്കകത്താണ് മനസ്സിലാക്കൽ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് സഭയിൽ പ്രാർത്ഥനയെന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തികളിലൂടെ, സുവിശേഷ പ്രവൃത്തികളിലൂടെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്വയം സമർപ്പണത്തിലൂടെ, ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വ്യാപരിക്കുന്നതിലൂടെയാണ് പ്രാർത്ഥനയുടെ സമ്പൂർണ്ണത സഭയ്ക്കകത്ത് നിറവേറുന്നത്. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തും അങ്ങനെ തന്നെ ആവണം. നിശബ്ദമായ പ്രവൃത്തികളിലൂടെ, അവരിനോടുള്ള സ്നേഹത്തിലൂടെ, സ്വയം സമർപ്പണത്തിലൂടെ, ദൈവത്തോടുള്ള സംഭാഷണത്തിലൂടെ, നിരവധിയായ മാർഗങ്ങളിലൂടെ ഒരു സമ്പൂർണ്ണത പ്രാപിക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയണം. വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലായ പ്രകാരം പ്രാർത്ഥന മാറുമ്പോഴാണ് ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക എന്നുകൂടി കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്രഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായിരിക്കും വിശ്വാസത്തിൻ്റെ സംവാഹകരെന്ന് കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം വഴി ക്രിസ്തുവിലായിത്തീരുന്ന നാം അബ്രഹത്തിൻ്റെ വിശ്വാസമാണ് പേറുന്നത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും ദൈവത്തിൻ്റെ വിളിയിലും ഹൃദയമർപ്പിക്കുന്ന ജനമായിട്ടാണ് തിരുസഭയ്ക്ക് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 60-ാം ഖണ്ഡിക ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങളായിരിക്കും പൂർവ്വപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ സംവാഹകർ. ദൈവമക്കളുടെ എല്ലാം ഭാവി സമൂഹത്തെ സജ്ജമാക്കാൻ തിരുസഭയുടെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണിവർ. വിജാതിയർ വിശ്വാസികളായി തീരുമ്പോൾ അവരെ ഉൾച്ചേർക്കാനുള്ള വേരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. നമ്മുടെ തിരഞ്ഞെടുപ്പ് അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റണം. അങ്ങനെ ലോകം മുഴുവനും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് തിരുസഭയ്ക്കകത്ത് ജീവിക്കുന്നതിൻ്റെ പ്രത്യേകത അതാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 760 പറയുകയാണ്, ലോകം സൃഷ്ടിക്കപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് ആദ്യകാലങ്ങളിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു. ദൈവം തൻ്റെ ജീവനുള്ള സംസർഗത്തിനായി ലോകത്തെ സൃഷ്ടിച്ചു. ആ സംസർഗം ക്രിസ്തുവിൽ മനുഷ്യരെ വിളിച്ചുകൂട്ടുന്നത് വഴി യാഥാർത്ഥ്യമാകുന്നു. വിളിച്ചുകൂട്ടപ്പെട്ട ഈ സമൂഹമാണ് സഭ. സഭ എല്ലാറ്റിൻ്റെയും ലക്ഷ്യമാണ്. എങ്കിലും മാലാഖമാരുടെ പതനം, മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവങ്ങൾ ദൈവം അനുവദിച്ചു. തൻ്റെ കരത്തിൻ്റെ സർവശക്തിയും ലോകത്തിനു നൽകാൻ താൻ ആഗ്രഹിച്ച സ്നേഹത്തിൻ്റെ പൂർണ്ണമായ അളവും പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും മാർഗങ്ങളുമായിട്ട് മാത്രം ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി. അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ. അത് സഭ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ അബ്രഹാമിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ സമ്പൂർണ്ണത ആനുകാലിക ലോകത്ത് നാം അനുഭവിക്കുന്നത് തിരുസഭയ്ക്കകത്താണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് മനസ്സിലാക്കാനും അത് ജീവിതാനുഭവമാക്കി മാറ്റാനും സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിയണം. ലോകത്തിന് മുഴുവൻ രക്ഷ പ്രദാനം ചെയ്യുന്ന സുവിശേഷമായി സ്വന്തം ജീവിതങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്കകത്ത് എങ്ങനെ ജീവിക്കണം? സഭയ്ക്കകത്ത് സഭയുടെ ആരാധനക്രമ പാരമ്പര്യത്തിനകത്ത് കൗദാശികമായ അടിസ്ഥാനത്തിൽ വിശ്വാസ പ്രഘോഷണത്തിൽ പങ്കുചേർന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മുടെ ഒരു ആരാധനക്രമ പാരമ്പര്യവും ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതായിട്ടില്ല. സഭയുടെ ആരാധനക്രമ പാരമ്പര്യം ഒന്നാകെ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണ്. ലോകത്ത് വിവിധ രീതികളിലാണ്, വിവിധ റീത്തുകളിൽ, വിവിധ രീതികളിൽ. ആ രീതികളൊക്കെ മാറ്റിവെച്ചാൽ അതിനകത്ത് അകക്കാമ്പായിട്ട് പ്രവർത്തിക്കുന്നത് വെളിപ്പെട്ട ക്രിസ്തുവും ആ ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പും ക്രിസ്തുവിലുള്ള നമ്മുടെ കൂട്ടായ്മയും ഈ ലോകത്തിന് മുഴുവനുമായി സ്വയം സമർപ്പിക്കാനുള്ള ദൗത്യബോധവും തന്നെയാണ്. അതുകൊണ്ട് സഭാ കൂട്ടായ്മയ്ക്കകത്ത് എങ്ങനെ വ്യാപരിക്കണമെന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 61-ാം ഖണ്ഡിക സഭയുടെ എല്ലാ ആരാധനക്രമ പാരമ്പര്യങ്ങളിലും ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും പഴയ നിയമത്തിലെ മറ്റു മഹാവ്യക്തികളും വിശുദ്ധരായി സമാദരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. അബ്രഹാമിലാണ് നാം വിളിക്കപ്പെട്ടത്. ആ വിളിയുടെ, ആ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ സമ്പൂർണ്ണതയാണ് തിരുസഭയ്ക്കകത്ത് നിന്ന് ഈ ഒരുമിച്ച് കൂടലിനകത്ത് ക്രിസ്തു ശരീരമാവുന്ന സഭയുടെ ഭാഗമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഈ വിശ്വാസ രഹസ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. പ്രതീകമായ ആദ്യപടികളിലൊന്നായ അബ്രഹാമിനെ തിരിച്ചറിയണം. ആ അബ്രഹാമിൻ്റെ വിശ്വാസ പാരമ്പര്യം, അവിശ്വാസ ചൈതന്യം എങ്ങനെയാണ് ക്രിസ്തുവിൽ സമ്പൂർണ്ണമായ വെളിപ്പെടുത്തലിന് കാരണമായതെന്ന് തിരിച്ചറിയണം. പഴയ നിയമത്തെ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ആ പഴയ നിയമത്തിലൂടെ പുതിയ നിയമമാകുന്ന ക്രിസ്തുവിലേക്ക് ആനുകാലിക ലോകത്ത് സഭയാകുന്ന
ജീവിക്കുന്ന ശരീരത്തിലേക്ക് എങ്ങനെയാണ് നമ്മെ എടുത്തു വയ്ക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം. വിശ്വാസം കേവലം വ്യക്തിപരമായൊരു കാര്യമായി പരിഗണിക്കരുത്. പലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുക, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഒരു വ്യക്തിപരതയുണ്ട്. ആ വ്യക്തിപരത ഒരു യൂണിവേഴ്സാലിറ്റിയിലേക്ക്, ഒരു സമ്പൂർണ്ണതയിലേക്ക്, സമഗ്രതയിലേക്ക് പകർന്നു നൽകപ്പെടുന്ന ഒന്നാണ്. അതൊരിടത്തായി നിൽക്കുന്നതല്ല. അതുകൊണ്ട് സഭാസമൂഹത്തിനകത്ത് നമ്മുടെ ജീവിതമാണ് വിശ്വാസത്തിൻ്റെ ജീവിതം തിരിച്ചറിയണം. കേവലാചാരങ്ങളെ സംബന്ധിച്ചോ വൈജാത്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തർക്കങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉയരാം. സഭയ്ക്കകത്ത് നിരവധിയായ തർക്കങ്ങളും വിഭാഗീയതകളും ഒക്കെ എപ്പോഴും കാണാൻ പറ്റും. പക്ഷെ ആ വിഭാഗീയതകളൊക്കെ മറികടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയെ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്നെ വിളിച്ചിരിക്കുന്നു. അബ്രഹാമിൽ ആരംഭിച്ച വിളിയുടെ ഭാഗമായിട്ടാണ് എൻ്റെ വിളി. സഭാസമൂഹമായി ഒരുമിച്ച് കൂട്ടപ്പെട്ട കൂട്ടായ്മയ്ക്കകത്താണ് എൻ്റെ വിശ്വാസ ജീവിതം നട്ടു നനയ്ക്കപ്പെടുന്നത്. അത് വളർന്ന് ശാഖകൾ പടർത്തി ലോകം മുഴുവനും സമാധാനം നൽകുന്ന അനേകം പക്ഷികൾക്ക് കൂടൊരുക്കുന്ന ഒന്നായി മാറണം. ലോകത്തിന് ഫലം നൽകുന്ന ഒന്നായിട്ട് മാറണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷാനുഭവം സെപ്പറേറ്റാണ്, വ്യക്തിപരമാണ്. പക്ഷേ ആ വ്യക്തിപരമായ രക്ഷാനുഭവത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നത് സഭയാണ്. നാം ഓരോരുത്തരും ദൈവത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. നാം അങ്ങനെ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വഴിയും മൊഴിയുമായിട്ട് നിൽക്കുന്നത് സഭയാണ്. സഭയിലെ ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന ഒന്നായിട്ട് നിലകൊള്ളുക, ക്രിസ്തുവാനുഭവത്തിൻ്റെ കേന്ദ്രമായിട്ട് നിലകൊള്ളുക. അതുകൊണ്ട് സഭയെ കൈയൊഴിഞ്ഞ് ഒരു വിശ്വാസ ജീവിതം അസാധ്യം. സഭയെ കൈയൊഴിഞ്ഞ് ഒരു രക്ഷാനുഭവം അസാധ്യം. ക്രിസ്തുവിനെ മുഖാമുഖം കണ്ട് മഹാവിരുന്നിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ലൗകികമായ താല്പര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ ഈ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.